തൃശൂരിൽ ഒല്ലൂർ സിഐക്ക് കുത്തേറ്റു. പ്രതി അനന്തകുമാരി പിടിയിൽ. കാസർഗോഡ് പ്രവാസി വ്യവസായിയുടെ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം മന്ത്രവാദ സംഘമെന്ന് കണ്ടെത്തൽ. കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങളുമായി കാക്കി. കാസർഗോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം മന്ത്രവാദ സംഘമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ, ഭർത്താവ് ഉബൈസ്, അസ്നിഫ, ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. 2023 അബ്ദുൽ ഗഫൂറിനെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും 596 പവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ഏപ്രിൽ 14 പുലർച്ചെയാണ് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 596 പവൻ ആഭരണങ്ങളും നഷ്ടമായിരുന്നു. ആദ്യം ബേക്കൽ ഡിവൈഎസ്പിയും സംഘവുമാണ് കേസ് അന്വേഷിച്ചത്. പുരോഗതി ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാതിരുന്ന അബ്ദുൽ ഗഫൂർ കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. ഇരട്ടിയാക്കി തിരിച്ചു നൽകാമെന്ന് അബ്ദുൽ ഗഫൂർ പറഞ്ഞതായി സുഹൃത്തുക്കൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇതോടെയാണ് അന്വേഷണം പ്രദേശവാസിയായ കുളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമയിലേക്ക് നീളുന്നത്. ഇവർ വീട്ടിൽ വെച്ച് മന്ത്രവാദം നടത്തുന്നുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മന്ത്രവാദിനിയായ ഷമീമയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കേസിന്റെ ചുരുളഴിയുന്നത്. സ്വർണ്ണാഭരണങ്ങൾ നൽകിയാൽ അത് മന്ത്രവാദത്തിലൂടെ ഇരട്ടിയാക്കി തിരിച്ചു നൽകാമെന്ന് ഷമീമയും ഭർത്താവ് ഉബൈസും അബ്ദുൽ ഗഫൂറിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അങ്ങനെ പലരിൽ നിന്നും വാങ്ങിയ 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ അബ്ദുൽ ഗഫൂർ ഇവർക്ക് നൽകി. അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു മന്ത്രവാദം നടന്നത്. ഈ ആഭരണങ്ങൾ തിരിച്ചു നൽകാതിരിക്കാൻ ഷമീമയും സംഘവും കണ്ടെത്തിയ വഴിയായിരുന്നു അബ്ദുൽ ഗഫൂറിനെ ഇല്ലാതാക്കുക എന്നത്. അങ്ങനെയാണ് ഉബൈസ് അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിലെത്തി തലയ്ക്ക് ഇരുമ്പുദണ്ട് ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ 4 പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. കാസർഗോഡ് പൂച്ചാക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന മന്ത്രവാദ സംഘമായിരുന്നു ഷമീമയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഷമീമയാണ് ഇതിലെ മന്ത്രവാദിനി. പ്രദേശത്തെ നിരവധി ആളുകൾ ഈ മന്ത്രവാദത്തിന് ഇരയായിട്ടുണ്ട്. അവരിലേക്കും ആ മന്ത്രവാദ സംഘത്തിന്റെ മറ്റ് കണ്ണികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണം. ക്യാമറമാൻ സന്തോഷിനൊപ്പം അനഘ ഹർഷൻ, ജനം, കോഴിക്കോട്. തൃശൂരിൽ സിഐക്ക് കുത്തേറ്റു. ഒല്ലൂർ സിഐ ഫർഷാദിനാണ് കുത്തേറ്റത്. കാപ്പാക്കേസ് പ്രതി പടവരാട് സ്വദേശി അനന്തകുമാരിയാണ് കുത്തിയത്. യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പിടികൂടാനെത്തിയപ്പോഴായിരുന്നു പ്രതിയുടെ ആക്രമണം. ഇന്ന് വൈകുന്നേരത്തോടെ അഞ്ചേരിയിൽ വച്ചായിരുന്നു സംഭവം. നിരവധി കേസുകളിൽ പ്രതിയാണ് അനന്തകുമാരി. യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അനന്തകുമാരിയെ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. മദ്യലഹരിയിലായിരുന്ന പ്രതി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഒല്ലൂർ സിഐ TP ഫർഷാദിന്റെ ഇടതു തോളിന് മുകളിൽ കുത്തുകയായിരുന്നു. ഉടൻ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ചേർന്ന് പ്രതിയെയും കൂടെയുണ്ടായിരുന്ന 2 പേരെയും കീഴ്പ്പെടുത്തി. പരുക്കേറ്റ സിഐ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, തൃശൂർ. തിരുവനന്തപുരം മലയൻകീഴ് വാടക വീട്ടിൽ നിന്നും MDMA പിടിച്ചെടുത്തു. 27 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ ദമ്പതികളടക്കം 4 പേർ പിടിയിലായി. കഴിഞ്ഞ 6 മാസമായി മലയൻകീഴ് അണപ്പാടിന് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളടക്കം 4 പേരെയാണ് മലയൻകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ദമ്പതികളിൽ നിന്ന് 27 ഗ്രാം MDMA പിടിച്ചെടുത്തു. കിള്ളിക്കൊല്ലൂർ സ്വദേശി നസീം,
ഇലിപ്പോട് സ്വദേശിനി ഹസ്ന ഷെറിൻ എന്നിവരുൾപ്പെടെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഡാൻസ് ഓഫ് ടീം പരിശോധന നടത്തുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന കിളികൊല്ലോട് സ്വദേശി റഫീഖ്, അമ്പലത്തിൻകാല സ്വദേശി സന്ദീപ് എന്നിവരെയും അന്വേഷണ സംഘം പിടികൂടി. ഇതിൽ സന്ദീപിനെതിരെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ 2 കേസുണ്ട്. മലയൻകീഴ് അടപ്പാട് പ്രസന്നകുമാറിന്റെ വീട്ടിൽ കഴിഞ്ഞ 6 മാസമായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കാട്ടാക്കട കിള്ളി സ്വദേശിയായ നിസാമും ഭാര്യ ഹസ്നയും. കൂടെ അറസ്റ്റിലായ സന്ദീപും ഷഫീഖും നസീമിന്റെ സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ജനം, തിരുവനന്തപുരം. അവധി കച്ചവടത്തിന്റെ പേരിൽ ഏലക്ക വാങ്ങി കർഷകരെ വഞ്ചിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇടുക്കി അടിമാലി സ്വദേശികളായ അബ്ദുൽ സലാം, സന്തോഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. കേസിലെ 1-ാം പ്രതിയായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ നേരത്തെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവധി കച്ചവടത്തിന്റെ പേരിൽ ഏലക്ക വാങ്ങി കർഷകരെ വഞ്ചിച്ച കേസിലാണ് ക്രൈംബ്രാഞ്ച് 2 പേരെ അറസ്റ്റ് ചെയ്തത്. അടിമാലി സ്വദേശികളായ അബ്ദുൽ സലാം, സന്തോഷ് കുമാർ എന്നിവരെ ഇടുക്കി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി TB വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിലെ 1-ാം പ്രതി പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ നേരത്തെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിപ്പോൾ ജയിലിലാണ്. 1-ാം പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് 2 പ്രതികളെ സംബന്ധിച്ച വിവരം ലഭിച്ചത്. അടിമാലിയിൽ എൻഗ്രീൻ എന്ന പേരിൽ മുഹമ്മദ് നസീർ കമ്പനി രൂപീകരിക്കുകയും 6 മാസത്തെ അവധിക്ക് ഏലക്ക നൽകിയാൽ നിലവിലെ മാർക്കറ്റ് വിലയുടെ ഇരട്ടി തുക നൽകാമെന്ന് കർഷകരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഏലക്ക ഇയാൾ കർഷകരിൽ നിന്നും വാങ്ങി. പിന്നീട് മുഹമ്മദ് നസീർ കർഷകർക്ക് തുക നൽകാതെ മുങ്ങി. 31 കേസുകൾ ഇയാൾക്കെതിരെ 2 സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തു. കൂടുതൽ കർഷകർ വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലായതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. കഴിഞ്ഞ ആഴ്ചയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. ജനം, ഇടുക്കി. SAP ക്യാമ്പിലെ സ്വിമ്മിംഗ് പൂൾ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായി ആരോപണം. കമാൻഡറിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സ്വിമ്മിംഗ് പൂൾ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമാൻഡറിനെയും സബ് ഇൻസ്പെക്ടറെയും ചുമതലയിൽ നിന്നും മാറ്റി. 2023 SAPയിലെ പോലീസുകാരിൽ നിന്നും പണം സമാഹരിച്ച് സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചത്. ഗണേഷിനെയും സബ് ഇൻസ്പെക്ടർ നസീറിനെയുമാണ് സ്വിമ്മിംഗ് പൂൾ ചുമതലയിൽ നിന്നും മാറ്റിയത്. 2023 SAPയിലെ പോലീസുകാരിൽ നിന്നും പണം സമാഹരിച്ച് സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചത്. പൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. അന്നു മുതൽ സ്വിമ്മിംഗ് പൂൾ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന TK ഗണേഷിനെതിരെയാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. സ്വിമ്മിംഗ് പൂൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറിൻ വാങ്ങുന്നതിൽ ഉയർന്ന വില കാണിച്ച് 3.5 ലക്ഷത്തിലധികം രൂപ വെട്ടിച്ചെന്നാണ് ആരോപണം. തുടർന്ന് കമാൻഡിന്റെ പ്രാഥമിക അന്വേഷണത്തെ തുടർന്നാണ് സ്വിമ്മിംഗ് പൂൾ നടത്തിപ്പ് ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമാൻഡിനെയും സബ് ഇൻസ്പെക്ടറെയും ചുമതലയിൽ നിന്നും മാറ്റിയത്. SAP ക്യാമ്പിലെ QM ചുമതലയും TA ഗണേശനാണ്. SAPയിലെ നിർമ്മാണങ്ങളുടെയും പർച്ചേസിന്റെയും ചുമതല വഹിക്കുന്ന ഗണേശനെതിരെ നേരത്തെയും സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് പോലീസ് ആസ്ഥാനത്തുൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ഹൈദരാബാദിൽ സിനിമാ റിലീസിനിടെ തിയേറ്ററിലുണ്ടായ സംഘർഷത്തിൽ ഒരു മരണം. അല്ലു അർജുൻ നായകനായ പുഷ്പ 2 സിനിമ റിലീസിനെയാണ് സംഘർഷമുണ്ടായത്. ഹൈദരാബാദ് സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. സംഭവത്തിൽ അല്ലു അർജുനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹൈദരാബാദിലെ RTC റോഡിലെ സന്ധ്യ തിയേറ്ററിൽ ഇന്നലെ രാത്രി പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയ്ക്കായി വൻ ജനാവലിയായിരുന്നു എത്തിയത്. പ്രീമിയർ ഷോ കാണാൻ നായകൻ അല്ലു അർജുനും സംവിധായകൻ സുകുമാറും അപ്രതീക്ഷിതമായി നേരിട്ടെത്തിയതോടെ തിരക്ക് നിയന്ത്രണാതീതമായി. അല്ലു അർജുൻ എത്തിയതറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഗേറ്റ് തകർത്ത് തിയേറ്ററിനുള്ളിലേക്ക് ഇരമ്പി.
ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തി വീശേണ്ടിയും വന്നു. ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് ഹൈദരാബാദ് ദിൽസുഖ് നഗർ സ്വദേശിനി രേവതിക്ക് ജീവൻ നഷ്ടമായത്. ബോധരഹിതനായ മകൻ തേജിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് നിയമവിരുദ്ധമായി. മരിച്ച അബ്ദുൽ ജബ്ബാറിന്റെ ലൈസൻസ് സഹോദരൻ നിന്ന് വാങ്ങിയത് അപകടശേഷമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. വാഹനം വിദ്യാർത്ഥികൾ 1000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വാഹനം ഓടിച്ച ഗൗരി ശങ്കറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപകടത്തിന് തൊട്ട് മുമ്പ് വിദ്യാർത്ഥികൾ ടവേര കാറിൽ ഇന്ധനം നിറയ്ക്കാൻ പമ്പിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. അപകടമുണ്ടായ ടവേര കാർ വാടകയ്ക്ക് നൽകിയതല്ലെന്നും സൗഹൃദത്തിന്റെ പേരിൽ നൽകിയതെന്നുമായിരുന്നു വാഹന ഉടമ ഷാമിൽ ഖാന്റെ മൊഴി. എന്നാൽ ഷാമിൽ ഖാന് 1000 രൂപ താൻ ഗൂഗിൾ പേ ചെയ്തു നൽകിയെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഗൗരി ശങ്കർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ടവേര കാറിൽ 3 വിദ്യാർത്ഥികൾ വണ്ടാനത്തെ പമ്പിലെത്തി പെട്രോൾ നിറയ്ക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്ധനം നിറച്ച ശേഷമാണ് കാത്തുനിന്ന സുഹൃത്തുക്കളെ കയറ്റിയത്. അതേസമയം ഷാമിൽ ഖാന് റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ലെന്നും അപകടശേഷമാണ് മരിച്ച അബ്ദുൽ ജബ്ബാറിന്റെ ലൈസൻസ് സഹോദരനിൽ നിന്ന് വാങ്ങിയതെന്നും ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന ആളിനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ അദ്ദേഹം 10:30 ഈ കുട്ടിയുടെ ലൈസൻസ് വാട്സപ്പിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ പേ ചെയ്തതായിട്ട് പോലീസോട് പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ കഴിയും. നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയതെന്നും ഉടമയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ആലപ്പുഴ SP MP മോഹനചന്ദ്രനും അറിയിച്ചു. റെന്റ് കാറിനുള്ള ലൈസൻസ് ഇല്ലെങ്കിലും അതിനുള്ള ലീഗൽ ആക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നടപടിയുണ്ടാവും. 1000 ക്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഒരു അക്കൗണ്ടും കൂടി പരിശോധിക്കാണ്ട്. പക്ഷെ 1 അത് റെന്റിന് കൊടുത്തായിട്ടാണ് മനസ്സിലാവുന്നത്. വാഹനമോടിച്ച ഗൗരി ശങ്കറിനെ പ്രതി ചേർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിട്ടുള്ളത്. ജനം, ആലപ്പുഴ. കളർക്കോട് അപകടത്തിൽപ്പെട്ട വാഹനം വാടകയ്ക്ക് കൊടുത്തത് അല്ലെന്ന മൊഴിയിലുറച്ച് വാഹനോടമ ഷാമിൽ ഖാൻ. മുഹമ്മദ് ജബ്ബാറാണ് തൻ്റെ കയ്യിൽ നിന്നും വാഹനം വാങ്ങിയത്. വാഹനം പണ്ട് വാടകയ്ക്ക് നൽകിയിരുന്നു, ഇപ്പോൾ കൊടുക്കാറില്ല. ലൈസൻസ് ഉള്ള ആളിനാണ് വാഹനം കൊടുത്തത് എന്ന തെളിവ് സൂക്ഷിക്കാനാണ് താൻ ലൈസൻസ് വാങ്ങിയതെന്നും ഷാമിൽ ഖാൻ. ഈ അപകടത്തിൽപ്പെട്ട വാഹനം ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഹന ഉടമ ഷാമിൽ ഖാനാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത്? ഒരു പരിചയത്തിൻ്റെ പേര് സിനിമയ്ക്ക് പോയിട്ട് ഉടനെ വരുമെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാണ്. വാടകയ്ക്ക് നൽകിയതല്ല. ഇപ്പോൾ ഈ പോലീസ് ആ അപകടത്തിൽപ്പെട്ട ഗൗരി ശങ്കർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് 1000 രൂപ ചേട്ടൻ അയച്ചു തന്നിട്ടുണ്ട്. ഈ എൻ്റെ വണ്ടി എടുത്ത മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ പയ്യനാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അക്കൗണ്ട് മൊബൈൽ ഓഫായി പോകും, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 1000 രൂപ അയക്കാത്ത ഞാനിപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് തന്നേക്കാമെന്ന് പറഞ്ഞു. ഈ ഗൗരി ശങ്കറിനോട് പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 1000 രൂപ ഇട്ട് തന്നത്. അല്ലാതെ ഈ വാഹനത്തിൻ്റെ വാടകയല്ല? വാടകയല്ല. പോലീസോ RTO ഇത് അന്വേഷിച്ചായിരുന്നു? ഇല്ല, അതെനിക്കറിയില്ല. പോലീസും RTO ഒക്കെ പറയുന്നത് ചേട്ടൻ്റെ ഫോണിൽ നിന്ന് ഈ ഗൂഗിൾ പേ 1000 രൂപ ഗൗരി ശങ്കർ ഗൂഗിൾ പേ ചെയ്ത് തന്നത് കണ്ടെത്തി. കണ്ടെത്തി, ശരിയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നില്ല, മറുപടി വരാൻ പറ്റത്തുള്ളൂ. അന്നേരം അവർ ഈ 1000 രൂപ ഇട്ട് അന്നേരം ഞാനത് പറഞ്ഞതിന്. ഇപ്പോൾ ഇന്ന് രാവിലെ RTO 2 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ഈ ഡീറ്റെയിൽസ് കാറിനെടുത്ത് അന്നേരം കറക്റ്റ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു TV ലൈവായിട്ട് വന്നിട്ട് ഞാൻ 1000 രൂപ മേടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിത് പറയാൻ തന്നെ ഓർത്തത്. അബ്ദുൽ ജബ്ബാറിനെ നേരത്തെ അറിയോ? അറിയാം. വണ്ടാനത്ത് വെച്ചുള്ള പരിചയമുണ്ട്. പിന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ഞങ്ങൾ പറയും അബ്ദുൽ ജബ്ബാർ അല്ല വണ്ടി ഓടിച്ചത്, ഗൗരി ശങ്കർ. അതെ.
എൻ്റെ എടുത്തുകൊണ്ട് പോകുന്നത് അബ്ജിജാറ. നിങ്ങൾ പെട്രോൾ പമ്പിൽ CCTV നോക്ക്. അവിടെ വണ്ടി ഓടിച്ചിരിക്കുന്ന ആരാണ്, ഡീസൽ അടിക്കാൻ വേണ്ടി ചെന്നൊക്കെ ആരാണ് CCTV കാണില്ല. വാഹനം എടുക്കാൻ വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. 3 പേരെ എൻ്റെ വണ്ടി എടുക്കാൻ എന്നിട്ട് പറഞ്ഞ് 6 പേര് പോകാനിരിക്കാമെന്ന് പറഞ്ഞു. അല്ല 11 പേര് പോകാനാണെന്ന് ഞാൻ വണ്ടി കൊടുക്കും ആരാന്ന് പറഞ്ഞാൽ. ഈ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നതായിരുന്നോ ഈ ടവേര? ഇല്ല, വർഷങ്ങൾക്ക് മുമ്പ് വേറെ വണ്ടിയൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേര് എനിക്ക് ഇപ്പോഴും ഉണ്ട്. കേസ് എന്തുകൊണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അതെ അതുകൊണ്ട് എനിക്കിപ്പോഴും ഉണ്ട്. ആ രീതി വെച്ചാണ് ആൾക്കാർ വരുന്ന റെൻറ്റ് കൊടുക്കുന്ന വണ്ടിയാണ്. ഈ RTOയും എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി, ഈ ടാക്സി ഡ്രൈവർമാരുടെ പരാതി ഈ ഷാമിൽ ഖാനെതിരെ വന്നിട്ടുണ്ട്. അതെ ഞാൻ പണ്ട് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ടാക്സിക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ റെൻറ്റേക്കാർ കാരണം അവർക്ക് ഓട്ടോ ഇല്ലെന്നും പറഞ്ഞു. അതൊക്കെ ശരിയാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ വാടകയ്ക്ക് നൽകിയതല്ല. അല്ല. ഈ വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയതല്ല എന്ന് തന്നെയാണ് ഷാമിൽ ഖാൻ പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദ് ദിലീപ്. താലിബാൻ മോഡലിലേക്ക് ബംഗ്ലാദേശ്. സ്ത്രീകൾ മാർക്കറ്റുകളിൽ പ്രവേശിക്കുന്നതിന് വിലക്കിയുള്ള ഫത്വ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിളംബരം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തായി. അതേസമയം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മാൾഡയിൽ ഇനി മുതൽ ബംഗ്ലാദേശികൾക്ക് മുറികൾ വാടകയ്ക്ക് നൽകില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തീരുമാനിച്ചു. আগামীকাল থেকে প্রত্যেক দোকানের সামনে পর্দার ব্যবস্থা রাখতে হবে এবং সেই পর্দা প্রত্যেক নামাজের সময় ঝুলিয়ে দিতে হবে। অর্থাৎ প্রত্যেক নামাজের সময় বেচা কিনা বন্ধ থাকবে। ഗോപാൽഗഞ്ചിലെ മാർക്കറ്റിലാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തി വിളംബരം നടത്തിയത്. സ്ത്രീകൾ മാർക്കറ്റിനുള്ളിൽ പ്രവേശിക്കരുത്, കച്ചവടം ചെയ്യുവാനും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്ത്രീകളായ കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചാൽ അവരെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇസ്ലാമിസ്റ്റുകളുടെ പ്രഖ്യാപനം. പ്രദേശത്തെ മദർസ അധികാരികളാണ് വിലക്ക് പ്രഖ്യാപിച്ചത്. ഇന്നു മുതൽ ഫത്വ പ്രാബല്യത്തിൽ വരും. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മസ്ഥലവും ഷെയ്ഖ് ഹസീനയുടെ വീടും ഈ മാർക്കറ്റിന് സമീപമാണ്. ബംഗ്ലാദേശ് വിമോചന സമരത്തിന്റെ അലയൊലികളുള്ള ഒരു പ്രദേശത്താണ് ഭയാനകമായ ഇത്തരമൊരു അപമാനം നടക്കുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പങ്കുവച്ച് പശ്ചിമബംഗാൾ MLA-യും BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഗ്നിമിത്ര പോൾ ചൂണ്ടിക്കാട്ടി. അതേസമയം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കെടുത്ത പശ്ചിമബംഗാളിലെ മാൾഡയിൽ ഇനി മുതൽ ബംഗ്ലാദേശി പൗരന്മാർക്ക് മുറികൾ വാടകയ്ക്ക് നൽകില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. പ്രതിദിനം ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകുമെങ്കിലും ദേശീയ താൽപര്യവും സുരക്ഷയും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ജനം, ഡൽഹി.